നമ്മൾ ജേണൽ ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ടിങ് ഇക്വേഷൻസ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു. ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ ആയിട്ട് അല്ലാതെ ഒക്കെ ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പറഞ്ഞാണ്. നമ്മൾ ജേണൽ എൻട്രീസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ജേണൽ എൻട്രി? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഒരു സോഴ്സ് ഡോക്യുമെന്റ്, ബില്ല്, പർച്ചേസ്, അങ്ങനത്തെ സാധനങ്ങൾ അത് നോക്കിയിട്ട് നമ്മൾ ആദ്യമായി നമ്മുടെ ബുക്കിലേക്ക് എഴുതുന്നത് ഒരു എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിലേക്ക് ആദ്യം എഴുതുന്നത് ഒരു ജേണലാണ്. ജേണൽ എന്നുള്ള ബുക്കിലേക്കാണ് ആദ്യമായി നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. ആ രീതിക്ക് പറയുന്നത് ജേണലൈസിംഗ് എന്നാണ്. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫൈനാൻഷ്യലി മെഷറബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ബുക്കിലേക്ക് എഴുതാം. ബുക്കിലേക്ക് എഴുതുന്നത് ജേണൽ എന്നുള്ള ബുക്കിലേക്കാണ്. ആ രീതിക്ക് പറയുന്നത് ജേണലൈസിംഗ് എന്നുള്ള രീതിയാണ്. അപ്പം ജേണലൈസിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു. ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും അറ്റ്ലീസ്റ്റ് വൺ ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് വൺ ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവുന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അസറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യണം, ഓരോ റൂള് അസറ്റിന് 5 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 5 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 5 അക്കൗണ്ടുകൾ, 5 തരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പറഞ്ഞു. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, അങ്ങനെ 5 തരത്തിലുള്ള അക്കൗണ്ടുകൾ. ഈ 5 അക്കൗണ്ടുകൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 5 തരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയാം, പർച്ചേസ്ഡ് മിഷനറി. പർച്ചേസ്ഡ് മിഷനറി എന്നുള്ളതാണ് നേരത്തെ തന്നെ നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിൽ ഒരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പർച്ചേസ്ഡ് മിഷനറി എന്നുള്ളതാണ്. മിഷനറി ഒരു അസറ്റാണ്. ആ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മിഷനറി എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള മിഷനറി ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം തന്നെ ക്യാഷ് എന്നുള്ള അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, മിഷനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത വേറൊരു ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് സാലറി പേ ചെയ്യുന്നു. സാലറി പേ ചെയ്യുന്ന സമയത്ത് അതിൽ 2 ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സാലറി പേ ചെയ്യും. അതേസമയം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോകും. സാലറി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. 2 ആസ്പെക്ട് എന്ന് പറയുന്നത് ഒന്ന് സാലറിയാണ്, രണ്ടാമത്തെ ക്യാഷാണ്. 2 ആസ്പെക്ട് അത് എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ക്യാഷും ഒന്ന് സാലറിയും. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻക്രീസ് ആവും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ റൂള് പഠിച്ചത്. ആ റൂള് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലൊരു ചെറിയ പേപ്പറിൽ എവിടെയെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ എഴുതിയിട്ട് ഒന്ന് സൂക്ഷിക്കണം. നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ചാർട്ടായിട്ട് എഴുതി സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ട്രാൻസാക്ഷനും ജേണൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ റൂള് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ഇവിടെ സാലറി പേ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. സാലറി എന്നുള്ള എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. 2 ആസ്പെക്ട് എന്ന് പറയുന്നത് ഒന്ന് സാലറിയാണ്, രണ്ടാമത്തത് ക്യാഷുമാണ്. അപ്പൊ അവിടെ സാലറി എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ റൂള് നോക്കും. ആ റൂള് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പൊ സാലറിയെ ഡെബിറ്റ് ചെയ്യും. അതേസമയം തന്നെ ക്യാഷ് എന്നുള്ള അത് അടുത്ത ആസ്പെക്ട്, രണ്ടാമത്തെ ആസ്പെക്ട് ക്യാഷാണ്. ക്യാഷ് അസറ്റാണ്. അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യും, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ക്യാഷ് ഡിക്രീസ് ചെയ്യും. ക്യാഷ് നമ്മുടെ കയ്യിൽ ഡിക്രീസ് ചെയ്യും. ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റൂൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അസറ്റ് ഡിക്രീസ് ചെയ്യാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ സാലറിയെ ഡെബിറ്റ് ചെയ്യുന്നു,
അതേസമയം തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. രണ്ട് ആസ്പെക്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ അതിന്റെ ഓരോ ആസ്പെക്ട് ഏത് കാറ്റഗറിയിൽ വരും, ഇതിൽ 5 കാറ്റഗറിയിൽ ഏതിലാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ റൂള് നോക്കിയിട്ട് ഏതാണെന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസിന്റെ കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാനായിട്ട് ഓരോ ട്രാൻസാക്ഷനും എഴുതാനും ജേണൽ എഴുതിയാൽ മാത്രമേ ലെഡ്ജറിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. ലെഡ്ജറിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ അത് പിന്നീടുള്ള അക്കൗണ്ടുകളെ മാറ്റി എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രിയിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ റൂൾ അറിയണം. ട്രാൻസാക്ഷൻ രണ്ട് ഒരു ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിലെ 2 ആസ്പെക്ട് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ആ 2 ആസ്പെക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അത് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റൂൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യും. കുറെ പ്രോബ്ലംസ് നമുക്ക് സ്വന്തമായി എഴുതാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻസ് സ്വന്തമായിട്ട് എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ അതിൽ നിന്ന് ഇത് ഈ രീതിയിൽ വരച്ച് നോക്കുക. ഞാൻ എന്ത് ചെയ്യാം, ഇതെങ്ങനെ അനാലിസിസ് നടത്തി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ആ ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. ഇതിനു മുമ്പ് ഞാൻ നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി ജേണൽ എന്താണ്, ജേണലിന്റെ ഫോർമാറ്റ് എന്താണ്, അതേപോലെ ജേണലൈസിങ് എന്താണെന്നുള്ളൊരു ഇതായിട്ട് നിങ്ങൾക്ക് വോയിസ് ആയിട്ടും അതേപോലെ തന്നെ അതിന്റെ ഒരു പിക്ചർ നോട്ട് ആയിട്ട് എഴുതിയതും ഉണ്ട്. അത് ആദ്യമായി എഴുതണം. അതിനുശേഷം പിന്നെയാണ് ഇത് എഴുതേണ്ടത്, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്തു നോക്കാം. ഇത് അനലൈസ് ദി ആൻഡ് record the journal entries relating to the transaction in the books of Vijay. വിജയ് എന്ന് പറയുന്ന ഒരാളുടെ ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതേണ്ട കാര്യമാണ് പറയുന്നത്. വിജയ് എന്നുള്ള ഒരു ബിസിനസിന്റെ ഓണറാണ്. ആ ബിസിനസിന്റെ ഓണറുടെ അക്കൗണ്ടിങ് റെക്കോർഡായിട്ടുള്ള ജേണൽ, ഫസ്റ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഫസ്റ്റ് വൺ ജേണലാണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആയിട്ടുള്ള ജേണലിലേക്ക്, വിജയുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആയിട്ടുള്ള ജേണലിലേക്ക് നമ്മൾ ഈ ട്രാൻസാക്ഷൻ തന്നിരിക്കുന്ന 8 ട്രാൻസാക്ഷനും എഴുതാനായിട്ടാണ് പറയുന്നത്. അത് ആദ്യം നേരിട്ട് ജേണലിലേക്ക് എഴുതാനായിട്ട് നിങ്ങൾക്ക് അതിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാണ് ചെയ്യും. ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് അത് എടുക്കുന്നു, അതിനെ അനലൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, നമുക്ക് അതിലേക്ക് ബുക്കിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് തൽക്കാലം 2-3 പ്രോബ്ലത്തിന് മാത്രമേ അനാലിസിസ് നടക്കുന്നുള്ളൂ. പിന്നീട് നമ്മുടെ മൈൻഡിലാണ് അനാലിസിസ് നടത്തുന്നത്. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നു, നമ്മൾ പേപ്പർ ബുക്കിൽ തന്നെ അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ മൈൻഡിൽ തന്നെ അനാലിസിസ് നടത്തുന്നു, നേരിട്ട് ജേണൽ എൻട്രിയിലേക്ക് പോവുകയാണ് ചെയ്യും. ഇപ്പൊ നമ്മൾ അനാലിസിസ് എന്നുള്ള ഒരു ഇത് തന്നെ ആദ്യം വരയ്ക്കുന്നു. അതിനുശേഷം പിന്നെ ജേണൽ എൻട്രി ചെയ്യുന്ന രീതിയിലേക്കാണ് ആദ്യമായി നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അനാലിസിസ് നോക്കാം. ഇതിന്റെ എങ്ങനെ അനാലിസിസ് നോക്കാം എന്നുള്ളത് ചെയ്തു നോക്കാം. അപ്പം ഇവിടെ 3 കോളം വരയ്ക്കാണ് ഞാൻ ആദ്യമായി ചെയ്യുന്നത്. 3 കോളം. ഒന്ന് ട്രാൻസാക്ഷൻ, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, പിന്നെ റീസൺ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള 3 കോളമായിട്ട് വരയ്ക്കാം. ഒന്ന് ട്രാൻസാക്ഷൻ എന്നുള്ള ഏരിയ ഫസ്റ്റ് ആ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ള എഴുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏരിയ കൊടുക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഏകദേശം ഒരു പ്ലാൻ സ്പേസ് എത്ര വേണ്ടി വരുന്നതിനെ കുറിച്ച് ഒരു പ്ലാനിങ് നടത്തിയതിനു ശേഷമാണ് എഴുതുന്നത്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അടുത്ത കോളമാണ് കുറച്ചുകൂടി വലിയ കോളമായിട്ട് വേണ്ടത്.
റീസൺ. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. DR CR എഴുതും. ചുരുക്കി എഴുതുന്ന സമയത്ത് ഡെബിറ്റ് എന്നുള്ളത് DR എഴുതും, ക്രെഡിറ്റ് എന്നുള്ളത് CR എഴുതും. കൂടി ചുരുക്കി എഴുതാൻ വേണ്ടി സ്പേസ് ഓഫ് ലാഭിക്കാൻ വേണ്ടി ഈ രീതിയിലാണ് എഴുതാൻ. ഡെബിറ്റ് എന്നുള്ളതിന് DR എന്നുള്ളതും ക്രെഡിറ്റ് എന്നുള്ളത് CR എന്നുള്ളത് ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതില് ട്രാൻസാക്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ചുരുക്കി നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻ എന്നുള്ള കോളത്തിൽ എഴുതും. ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതും. റീസൺ ഫോർ, എന്തുകൊണ്ടാണ് അതിനെ ഡെബിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് റീസൺ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ആ കോളത്തിലും എഴുതുകയാണ് ചെയ്യും. ഒന്നാമത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് എന്നാണ്. വിജയ് സ്റ്റാർട്ടഡ് ബിസിനസ്. വിജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 50,000 rupees വെച്ചിട്ട് വിജയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതെങ്ങനെ അതിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് ഇത് 50,000 rupees കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ജേണൽ എഴുതുമ്പോഴാണ് ഇതിന് ഇപ്പം അനാലിസിസ് മാത്രമേ നടത്തുള്ളൂ. അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ എഴുതുന്നില്ല. ഇവിടെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണ്, ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതിന്റെ ഓണർ വിജയ് എന്ന് പറയുന്ന ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുപോകും. ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുപോകും. ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നതിനെ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ്. ബിസിനസ്സിലേക്ക് അതിന്റെ ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നതിനെ അതിന് ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്ട് ഏതൊക്കെയാണ്? ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുപോകും, ബിസിനസിന്റെ ഓണറാണ് പൈസ കൊണ്ടുവന്നത്. അപ്പൊ രണ്ട് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷും ക്യാപിറ്റലുമാണ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അത് ക്യാപിറ്റൽ ആയിട്ടാണ്. ബിസിനസിന്റെ ഓണർ ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ട് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് നമുക്ക് ഇവിടെ എഴുതാം, ക്യാഷ് അതേപോലെ ക്യാപിറ്റൽ. രണ്ട് ആസ്പെക്ട് നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ എന്താണ് ഇനി നമുക്ക് നോക്കാം. ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ക്യാഷ് എന്നുള്ള ഏത് കാറ്റഗറിയിൽ വരുന്നു? ക്യാഷ് എന്നുള്ള ഏത് കാറ്റഗറിയിൽ വരും? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് റീസൺ സൈഡില് അസറ്റിന് എഴുതാം, അല്ലെങ്കിൽ ഏന്ന് എഴുതാം. അസറ്റ് എന്നുള്ളതിന് പകരം ഏന്ന് ചുരുക്കി എഴുതാം. അസറ്റ് എന്ത് ചെയ്യുന്നു? അസറ്റ് ഇവിടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്, അതുകൊണ്ട് തന്നെ അസറ്റ് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ഞാൻ എഴുതും. അസറ്റ് ഇൻക്രീസ് നമ്മൾ എഴുതും. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള റൂള് നോക്കും. അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ള റൂള് നമ്മുടെ കൈവശമുണ്ട്. അതെടുത്ത് നോക്കാം. എന്താ ചെയ്യേണ്ടത്? അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റൂള് പ്രകാരം ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നു ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അടുത്തത് ക്യാപിറ്റൽ എന്നാണ്. ക്യാപിറ്റൽ എന്നുള്ളത് ഏത് കാറ്റഗറിയിൽ വരുന്നു? ക്യാപിറ്റൽ എന്നുള്ളത് ഏത് കാറ്റഗറിയിൽ വരുന്നു? ക്യാപിറ്റൽ എന്നുള്ള കാറ്റഗറി തന്നെ. ക്യാപിറ്റൽ സി എഴുതിയാൽ മതി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഴുതും. ഇവിടെ തൽക്കാലം ക്യാപിറ്റൽ ഞാൻ എഴുതുന്നു. ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ? ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിൽ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? ക്യാപിറ്റൽ ബിസിനസ്സിന്റെ ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ അയാൾ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ, ഡ്രോയിങ്സ് ആയിട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ക്യാപിറ്റൽ കുറയും. ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. കാരണം ബിസിനസ്സിലേക്ക് അയാൾ ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ റൂള് നോക്കാം. എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ജേണൽ എൻട്രി ആയിട്ട് എടുത്ത് എമൗണ്ട് ഒക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക്
ഈ രീതിയിൽ അനലൈസ് ചെയ്യും. ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ ഈ രീതിയിലേക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഇത് എന്ത് ചെയ്യാം, ഒരു ജേണൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പം ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ അനലൈസ് ചെയ്യും. ഓരോ ട്രാൻസാക്ഷനും ഈ രീതിയിൽ അനലൈസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് കിടക്കുന്നത്. ഇവിടെ ഒന്നുകൂടി പറയാം, സ്റ്റാർട്ടഡ് ബിസിനസ് എന്നതാണ്. വിജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 50,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ക്യാപിറ്റലായിട്ടാണോ? ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ക്യാപിറ്റലാണ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, ക്യാപിറ്റലായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷും ക്യാപിറ്റലുമാണ്. ക്യാഷും ക്യാപിറ്റലുമാണ് രണ്ട് ആസ്പെക്ട് ആയിട്ട് വന്നത്. ക്യാഷും ക്യാപിറ്റലാണ്. ക്യാഷ് ഏത് കാറ്റഗറിയിൽ വരുന്നു? ക്യാഷ് 5 കാറ്റഗറികളിൽ അസറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്തു, കാരണം നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അതുകൊണ്ട് തന്നെ അസറ്റ് ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ ആസ്പെക്ട് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, കാരണം ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അയാളുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അയാളുടെ പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ കുറയും. ഇവിടെ ക്യാപിറ്റൽ അയാളുടെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റൂൾ. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അതോടുകൂടി കഴിയുകയാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാവുന്നേ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിച്ച് തന്നെ പോകണം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ ഫോർ 5,000 റുപ്പീസിന് ഫർണിച്ചർ വാങ്ങി. അപ്പം ട്രാൻസാക്ഷൻ എന്താണെന്ന് എഴുതാം. പർച്ചേസ് ഫർണിച്ചർ എന്ന് പറയും, ബോട്ട് ഫർണിച്ചർ എന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയാം. ഇതിലെ രണ്ട് ആസ്പെക്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ബോട്ട് ഫർണിച്ചർ ഫോർ ₹5,000 ഫർണിച്ചർ വാങ്ങി. 5,000 റുപ്പീസ് കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. അതേസമയം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 5,000 റുപ്പീസ് ക്യാഷ് നമ്മുടെ അടുത്ത് പോകും. ഇപ്പൊ രണ്ട് ആസ്പെക്ട് ഏതൊക്കെയാണ്? ഫർണിച്ചർ എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. ഫർണിച്ചർ എന്നുള്ള ഒരു അസറ്റ്, ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അതേസമയം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകും. ക്യാഷ് പുറത്തേക്ക് പോകുകയും ചെയ്യും. ഫർണിച്ചർ ഏത് കാറ്റഗറിയിൽ വരും? നമുക്കറിയാം, ഫർണിച്ചർ എന്നുള്ളത് അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്തു? അസറ്റ് ഇൻക്രീസ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം ചെയ്തു. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. അപ്പൊ എന്ത് ചെയ്തു? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഇൻക്രീസ് ചെയ്തു. എ ഇൻക്രീസ് എന്നാണ് എഴുതുന്നത്. അതിന് പകരം സാധാരണയായിട്ട് എ പ്ലസ് എന്ന് എഴുതിയാൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്താണ്? ക്യാഷും അസറ്റാണ്. ക്യാഷ് ഇൻക്രീസ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം ചെയ്തത്. ക്യാഷ് അസറ്റാണെന്ന് എഴുതുന്നത്. ക്യാഷ് അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, പുറത്തേക്ക്, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. മൈനസ് മാർക്ക് കിട്ടാൻ മതി. ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്തു പോവാം. മൈനസ് മാർക്ക് ഇടാൻ ഡിക്രീസ് ചെയ്യും. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ആ റോള് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതാം. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്യാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. അതേ രീതിയിൽ നമുക്ക് റോള് നോക്കിയതിനു ശേഷം ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ബോട്ട് ഫർണിച്ചറാണ്. ഫർണിച്ചർ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയതാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അതേസമയം തന്നെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി. ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റാണ്. അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്തു, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ വരുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ കൂടി നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ് ഗുഡ്സ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറയുന്നില്ല. പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഫോർ ക്യാഷ് എന്നുള്ളതാണ്. പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അസ്യൂം ചെയ്യണം
പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ്. 5,000 റുപ്പീസിന്റെ 3,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനങ്ങളോ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വന്നു. ഇപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്ട് ഏതൊക്കെയാണ്? രണ്ട് ആസ്പെക്ട് ഏതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പർച്ചേസ് ഗുഡ്സ് ആകുമ്പോൾ അവിടെ ഗുഡ്സ് നമ്മൾ ഗുഡ്സിന് എഴുതാൻ പാടില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുന്നത് പർച്ചേസ് എന്നുള്ളതാണ്. പർച്ചേസ് എന്നാണ് എഴുതുന്നത്, അല്ലാതെ ഗുഡ്സ് നമ്മൾ എഴുതാൻ പാടില്ല. നമുക്ക് ഈ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ ബോട്ട് ഫർണിച്ചർ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന്റെ പേരാണ് എഴുതുന്നത്. ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ പേര് എഴുതണം. പക്ഷെ ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് എന്നാണ് എഴുതുന്നത്. പർച്ചേസ് ഗുഡ്സ് ആണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് ഗുഡ്സ് ആകുമ്പോൾ പർച്ചേസ് എന്നുള്ള പേരിൽ വേണം എഴുതാൻ, അല്ലാതെ ഗുഡ്സ് നമ്മൾ എഴുതാനായിട്ട് പാടില്ല. ഇവിടെ പർച്ചേസ് എന്നുള്ളതാണ് ഒരു ആസ്പെക്ട്. പർച്ചേസ് ഒരു ആസ്പെക്ട് പർച്ചേസ് ആണ്. ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ ആസ്പെക്ട് ക്യാഷ് ആണ്. രണ്ടാമത്തെ ആസ്പെക്ട് ക്യാഷ് ആണ്. പർച്ചേസ് ഗുഡ്സ് രണ്ടാമത്തെ ക്യാഷ് ആണ്. ഇപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത്. ഒന്നാമത്തെ പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ഗുഡ്സ് ആണ്. അതൊരു അസറ്റാണ്. ഈ പർച്ചേസ് ചെയ്യുന്ന അസറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. സ്റ്റോക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യും. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകും. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഡെബിറ്റ് ചെയ്യണം. അടുത്ത രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്തിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യും. മൈനസ് നിട്ടാണ്. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാം. ഇതാണ് അവിടെ നടക്കുന്ന പർച്ചേസ് ഗുഡ്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറിൽ കിട്ടും. പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ, പർച്ചേസ് ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എന്നുള്ള എഴുതും. പക്ഷെ പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് എന്നാണ് എഴുതുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഡ്സ് എന്ന് പറയുന്നത് റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് എന്നുള്ള പേരിലാണ് എഴുതാം. ഫർണിച്ചർ ആകുമ്പോൾ റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫർണിച്ചറിന്റെ ആ ഫിക്സഡ് അസറ്റിന്റെ പേരാണ് എഴുതുന്നത്. പിന്നീട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്സ് പറഞ്ഞ പല സാധനങ്ങളാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതാനായിട്ട് സാധിക്കില്ല. റീസെയിലിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പർച്ചേസ് എന്നുള്ള പേരിലാണ് എഴുതുക. പർച്ചേസ് ആണെങ്കിലും തന്നെ ഗുഡ്സ് ആയിരുന്ന അസറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ആണ്. പർച്ചേസ് എന്നുള്ള പേരിൽ എഴുതി. അത് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം രണ്ടാമത്തത് ക്യാഷ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാം. കാരണം അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിക്രീസ് ചെയ്യുന്നു. ക്യാഷ് അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. നാലാമത്തെ ട്രാൻസാക്ഷൻ കൂടി ഇവിടെ എഴുതാം. സ്പേസ് ഉണ്ടാവും വിചാരിക്കുന്നു. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താ? സോൾഡ് ഗുഡ്സ്. ഇവിടെ സോൾഡ് ഗുഡ്സ് 4,000 റുപ്പീസ് ആണ്. 4,000 റുപ്പീസിന്റെ സാധനങ്ങൾ വിൽക്കും. പർച്ചേസ് ഗുഡ്സിന്റെ ഓപ്പോസിറ്റ് ആണ് സോൾഡ് ഗുഡ്സ്. സാധനങ്ങൾ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. സോൾഡ് ഗുഡ്സ് സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു. ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് എന്ന് എഴുതുന്നതിന് പകരമായിട്ട് സെയിൽസ് എന്നാണ് എഴുതുന്നത്. സെയിൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സാധനങ്ങൾ വിൽക്കാൻ ഗുഡ്സ് നമ്മുടെ കയ്യിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനെ സെയിൽസ് എന്നുള്ള പേരിലാണ് എഴുതുന്നത്. പക്ഷെ അതേസമയം തന്നെ ഫർണിച്ചർ വിൽക്കുകയാണെങ്കിലോ, നമ്മുടെ ഫിക്സഡ് അസറ്റ് വിൽക്കുകയാണെങ്കിലോ ഫർണിച്ചർ എന്നുള്ള പേര്, മെഷീനറി വിൽക്കുകയാണെങ്കിലോ മിഷനറിയുടെ പേര് എഴുതും. ബിൽഡിംഗ് വിൽക്കുകയാണെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള പേര് എഴുതും. പക്ഷെ ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ എഴുതുന്നത് സെയിൽസ് എന്നാണ്. വിൽക്കുകയാണ് സോൾഡ് ഗുഡ്സ് ആണെങ്കിൽ സെയിൽസ് എഴുതും. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് എഴുതും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പർച്ചേസും സെയിലും എഴുതുന്ന എപ്പോഴാണ്? അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴും അത് പർച്ചേസോ സെയിലോ ആയിരിക്കും. ഇവിടെ സോൾഡ് എന്ന് പറയുന്നത്, സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കുക. അപ്പം സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെയിൽസ് ആയിരിക്കില്ല ഒരു ആസ്പെക്ട്. രണ്ടാമത്തെ എന്ത് ചെയ്യും? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ 5,000, 3,000 റുപ്പീസ്, അല്ലെങ്കിൽ 4,000 റുപ്പീസ്. എന്ത് ചെയ്യും? നമ്മൾ
നമ്മളെ സംബന്ധിച്ച് 4,000 rupees ഇങ്ങോട്ട് കിട്ടി, 4,000 rupees ഇങ്ങോട്ട് കിട്ടി, ക്യാഷ് കിട്ടി. ക്യാഷ് ഇപ്പൊ രണ്ട് ആസ്പെക്ട് നമ്മൾ ഒന്നാമത്തെ പറയുന്നത് ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി, ക്യാഷ് എന്ന ആസ്പെക്ട്. രണ്ടാമത്തെ ആസ്പെക്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ആണ്, സെയിൽസ്. കാരണം സോൾഡ് ഗുഡ്സ് ആണ്, ഗുഡ്സ് ആയതുകൊണ്ടാണ് സെയിൽസ് നേടാനുള്ള കാരണം. ഞാൻ പറഞ്ഞു ഗുഡ്സ് ആയതുകൊണ്ട് സെയിൽസ് എന്ന പേരിലാണ് എഴുതുക. അപ്പൊ സെയിൽസ് എന്നുള്ള പേര് നമ്മൾ എഴുതി, ഗുഡ്സ് ആയതുകൊണ്ടാണ് സെയിൽസ് എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. ഈ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ് ചെയ്യും. സാധനങ്ങൾ വിൽക്കുമ്പോൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇങ്ങോട്ട് വരുന്നു, ക്യാഷ് ഇങ്ങോട്ട് വരുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം തന്നെ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കാണ്, നമ്മൾ വിൽക്കുന്നത് നമ്മുടെ കൈവശമുള്ള സ്റ്റോക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചത് അസറ്റാണ് വിൽക്കുന്നത്. അസറ്റ് നമ്മുടെ കൈവശത്ത് നിന്ന് പോകുന്നു. വിൽക്കുമ്പോൾ നമ്മുടെ കൈവശത്ത് നിന്ന് സാധനങ്ങൾ പോവാണ് ചെയ്യുന്നത്. നമ്മുടെ കൈവശമുള്ള സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കൈവശത്ത് നിന്ന് സ്റ്റോക്ക് കുറയും. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യാനായി ക്രെഡിറ്റ് ചെയ്യാം. അസറ്റ് ഡിക്രീസ് ചെയ്യാനായി ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോൾഡ് ഗുഡ്സ് ആണ്. സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. സെയിൽസ് എന്നുള്ള പേര് വേണം എഴുതാൻ. ഒരു ആസ്പെക്ട് സെയിൽസ് ആയിരിക്കും. സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാഷ് എന്നുള്ളതായിരുന്നു വേറൊരു ആസ്പെക്ട് വരുന്നത്. ക്യാഷ് എന്നുള്ള ആസ്പെക്ട് വരും. രണ്ടാമത്തെ സെയിൽസ് എന്നുള്ള ക്യാഷ് എന്നുള്ള ആസ്പെക്ട്. ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി, അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ സെയിൽസ് എന്നുള്ള ആസ്പെക്ട്, സെയിൽസ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളെ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അസറ്റാണ്, സ്റ്റോക്കാണ്. അസറ്റിനുള്ള സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ എഴുതാം. സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യാണ്. കാരണം നമ്മൾ വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഇങ്ങോട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പർച്ചേസിന്റെ സമയത്ത് പർച്ചേസ് അസറ്റ് ഇൻക്രീസ് ചെയ്താണ്. ഇവിടെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈവശത്ത് നിന്ന് സ്റ്റോക്ക് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്കിനെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട്, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അസറ്റ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അസറ്റ് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ 4 ട്രാൻസാക്ഷൻ നമ്മളിവിടെ ചെയ്ത് നോക്കി. ഇതിലെ 4 ട്രാൻസാക്ഷന്റെയും ഓരോന്നിന്റെയും എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുന്നതിനുള്ള അനാലിസിസും നമ്മൾ നടത്തി. ബാക്കി കൂടി നമ്മൾ ചെയ്തു നോക്കാം.